പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരിക്കൽ കൂടി പറയുന്നു, ലോൺ ആപ്പിന്റെ ചതിക്കുഴിയിൽ വീണവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ റിപ്പോർട്ടർ TV എത്തുന്നു. നമുക്ക് ഈ ലോൺ ആപ്പ് അനധികൃത സംഘങ്ങളെ പൂട്ടിട്ടേ മതിയാവൂ. ഒട്ടേറെ ജീവൻ അവരെടുത്തു, ഇനിയും ജീവൻ കൊടുക്കാൻ നമ്മുടെ സഹോദരങ്ങളില്ല. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ചൊരു യുദ്ധത്തിനിറങ്ങുന്നു. കൊലയാപ്പുകളെ നമ്മൾ പൂട്ടിടും, മാണിച്ചിത്ര താഴിട്ട് പൂട്ടും. എങ്ങനെ ഈ ആപ്പുകളിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ള കാര്യവും ഞങ്ങൾ പറയാം. സംഭവം കുറച്ച് ലീഗലായിരിക്കും, പക്ഷേ എന്നാലും ഇവന്മാരെ നേരിടാൻ നമുക്കതല്ലാതെ വഴിയില്ല. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. അഞ്ചരക്കണ്ടി ഡെന്റൽ മെഡിക്കൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിന് പിന്നിലെ ഓൺലൈൻ ലോൺ ആപ്പിലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടുകയാണ്. 38,000 പേരുടെ ഡാറ്റ ഈ ഇൻസ്റ്റന്റ് ഫണ്ട്സ് എന്ന ലോൺ ആപ്പ് സംഘത്തിന്റെ കൈവശമുണ്ട്. 38,000 പേരുടെ ഡാറ്റ. അതിലെത്ര മലയാളികളുണ്ടെന്ന് അറിയാമോ? 12,000 മലയാളികൾ ഉണ്ട്. സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് പോലെയാണ് പ്രവർത്തനം. ജോലിക്ക് വിദഗ്ധ സംഘത്തെയാണ് നിയോഗിക്കുന്നത്. അർജുൻ കല്യാട് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നോയിഡ കേന്ദ്രമാക്കി ഒരു സമാന്തര ടെലിഫോൺ സംവിധാനം തന്നെ പ്രവർത്തിച്ചിരുന്നു, എക്സ്ചേഞ്ച് തന്നെ പ്രവർത്തിച്ചിരുന്നു എന്ന മട്ടിലാണ് നിരവധി ആളുകളെ കോൾ സെന്ററിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് പോലെ എടുത്ത് അവരെ കൊണ്ട് ഈ ലോൺ എടുക്കുന്നവരെ മാനസികമായി പീഡിപ്പിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം വസൂലാക്കുന്നതായിരുന്നു ഈ സംഘത്തിന്റെ പരിപാടി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരുടെ ചതിക്കുഴിയിൽ, ഇവരുടെ റഡാറിൽ 38,000-ഓളം ആളുകളുടെ ഡാറ്റ ഇവരുടെ കൈവശമുണ്ട് എന്നുള്ളതാണ്. അതിൽ 12,000 പേര് നിതിൻ രാജിനെ പോലുള്ള മലയാളികളാണ് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ഒട്ടേറെ മനുഷ്യരുടെ ഉറക്കം കെടുത്തുകയും ചിലരുടെ ജീവനെടുക്കുകയും ചെയ്ത ഈ കൊലയാപ്പുകളുടെ പ്രവർത്തന രീതി എങ്ങനെയാണ്? അർജുൻ കല്യാൺ. ഡോക്ടർ, ഒറ്റ ചോദ്യം മാത്രം, അല്ലെങ്കിൽ ഒറ്റ ഉദാഹരണത്തിൽ തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മുടെ ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആരെ ബന്ധപ്പെട്ട് കഴിഞ്ഞാലും, അതായത് ഞാനിപ്പോൾ ഡോക്ടർ അരുണിനെ വിളിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റാരെയെങ്കിലും വിളിക്കുകയാണെങ്കിൽ തന്നെ ആ ലൊക്കേഷൻ എവിടെയാണ്, ഈ സിം കാർഡ് ഉപയോഗിച്ച ലൊക്കേഷൻ എവിടെയാണ് എന്നത് കൃത്യമായി സൈബർ സെല്ലിനും നിയമപരമായി പ്രവർത്തിക്കുന്ന ഏത് സംവിധാനത്തിനും അത് ട്രാക്ക് ചെയ്തെടുക്കാൻ വേണ്ടി വളരെ എളുപ്പത്തിൽ സാധിക്കും. എന്നാൽ ഈ ലോൺ ആപ്പുകൾ ഉപയോഗിച്ച് നടത്തുന്ന സിം കാർഡുകൾ ഉപയോഗിച്ച് വിളിക്കുന്ന കോളുകളൊന്നും തന്നെ പോലീസിന് ട്രാക്ക് ചെയ്യുക അത്ര എളുപ്പത്തിൽ സാധിക്കുന്ന, അല്ലെങ്കിൽ അതീവ ദുഷ്കരമായിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെയാണ്. അതിന് ഏറ്റവും പ്രധാനമായി അത് പറയാനുള്ള കാരണം, കഴിഞ്ഞ ദിവസമാണ് നിതിൻ രാജിൻ്റെ ഈ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ നോയിഡയിലേക്ക് കണ്ണൂർ സിറ്റി സൈബർ പോലീസിൻ്റെ ഒരു വിഭാഗം, അല്ലെങ്കിൽ ഒരു സംഘം അവിടത്തേക്ക് എത്തുകയും പരിശോധന നടത്തുകയും അവിടെ ഈ പറയുന്ന ഒരു കോൾ സെൻറ്റർ, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ സ്ഥാപനത്തെ വെല്ലുന്ന തരത്തിലുള്ള സെറ്റപ്പോട് കൂടിയുള്ള ഒരു സ്ഥാപനം പോലീസ് കണ്ടെത്തുന്നത്. അവിടെ നിന്നും കണ്ടെത്തിയിട്ടുള്ളത് ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ്. അതായത് ഈ പറയുന്ന ഒരു സിം ബോക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് സിം നിക്ഷേപിക്കാനുള്ള ഏതെങ്കിലും ബോക്സ് ആണെന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഏകദേശം 35 സിം കാർഡുകൾ ഒറ്റയടിക്ക്, അതായത് ഒരേ സമയം ഈ പറയുന്ന സിം ബോക്സിനകത്ത് നിക്ഷേപിക്കാൻ വേണ്ടി കഴിയും, അല്ലെങ്കിൽ അതിനകത്ത് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. ഈ സിം ബോക്സ് അവിടെയുള്ള ഒരു സിസ്റ്റത്തിലേക്ക്, അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന നിരവധിയായിട്ടുള്ള സിസ്റ്റങ്ങളിലേക്ക്, ലാപ്ടോപ്പുകളിലേക്കും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലേക്കുമൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി കഴിയും. അങ്ങനെ ആ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഏത് നമ്പറിലേക്കാണോ തങ്ങൾക്ക് വിളിക്കേണ്ടത് ആ നമ്പർ ആ സിസ്റ്റത്തിനകത്തേക്ക് അപ്ലൈ ചെയ്യുന്നു. ആ സിസ്റ്റത്തിൽ നിന്നും കോളുകൾ പോകുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ വരുന്ന ആൾ, ഇപ്പോൾ ഞാനാണ് ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്കാണ് ഫോൺ വരുന്നതെങ്കിൽ ഒരു കാരണവശാലും ഇതിൻ്റെ IMEI നമ്പർ ട്രാക്ക് ചെയ്തുകൊണ്ട് ഈ പറയുന്ന ആളെ കണ്ടെത്താൻ വേണ്ടി കഴിയില്ല, അല്ലെങ്കിൽ അത് അതീവ ദുഷ്കരമായിട്ടുള്ള പ്രവൃത്തിയാണ്. ആ ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് വലിയ അളവിൽ, അതായത് കേരളത്തിൽ നിന്ന് തന്നെ 12,000-ലധികം പേർ ഇതിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ ഈ ലോൺ ആപ്പിൻ്റെ കുരുക്കിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. 38,000 പേരുടെ ഡാറ്റകൾ, അതായത് മൊബൈലുകൾ ഹാക്ക് ചെയ്തോ അല്ലെങ്കിൽ OTP വരുന്ന ഘട്ടത്തിൽ അത് ഹാക്ക് ചെയ്തൊക്കെ അവരുടെ നമ്പറുകൾ, അതുപോലെ തന്നെ ഫോട്ടോകൾ, അത്തരത്തിൽ പല രഹസ്യമായിട്ടുള്ള ഒരു മൊബൈലിനകത്ത് സൂക്ഷിക്കുന്ന പല രഹസ്യ വിവരങ്ങളും ഈ ലോൺ ആപ്പിൻ്റെ സംഘം ചോർത്തിയെടുക്കുന്നു. പിന്നീട് ഈ ഓരോ കാര്യങ്ങളും, ചിത്രങ്ങളൊക്കെ മോർഫ് ചെയ്ത് ഭീഷണിപ്പെടുത്തുക, ഈ കോണ്ടാക്റ്റിലുള്ള മറ്റു പലരുടെയും നമ്പറിലേക്ക് ഇത്തരം സന്ദേശങ്ങൾ അയക്കുക, ഭീഷണി സന്ദേശങ്ങൾ അയക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടക്കുന്നത്. വലിയ പ്രൊഫഷണൽ സ്ഥാപനത്തിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ടെങ്കിലും അതൊരു തട്ടിപ്പ് കേന്ദ്രമാണ് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കണ്ണൂർ സിറ്റി സൈബർ ക്രൈം പോലീസാണ് നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്
അന്വേഷണത്തിൽ ഈ നോയിഡയിലുള്ള കേന്ദ്രം കണ്ടെത്തിയത്. ഒരു കേന്ദ്രമല്ല, ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള കേന്ദ്രങ്ങൾ, നിരവധിയായിട്ടുള്ള ലോൺ ആപ്പുകൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അന്വേഷണത്തിൽ നമുക്കും ബോധ്യപ്പെട്ടിട്ടുള്ളത്. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള യുവാക്കളും സ്ത്രീകളുമൊക്കെ വ്യാപകമായി ഇതിന്റെ കെണിയിൽ പെടുന്നു എന്നുള്ള ചില കാര്യങ്ങൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അതിന്റെ കാര്യങ്ങൾ കൂടി നമുക്ക് പങ്കുവെക്കാൻ വേണ്ടി കഴിയും. പുറത്തു നൽകണം. ലോൺ ആപ്പിൽ നിന്ന് പണമെടുക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ കൊണ്ട് തലവച്ചിരിക്കുന്ന ഒരു മാഫിയ സംഘത്തിനാണ്. ഒരു സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് സംവിധാനം പോലെ പ്രവർത്തിക്കുന്ന നിഗൂഢമായ ഒരു സംവിധാനം ഈ ലോൺ ആപ്പുകൾക്ക് പിന്നിലുണ്ട്. നോയിഡയിൽ തന്നെ 12,000-ഓളം മലയാളികളുടെ ഡാറ്റാ വിവരങ്ങളുണ്ട്. ഇൻസ്റ്റന്റ് ഫണ്ട്സ് എന്നുള്ളതാണ്. പൈസ നിങ്ങൾ എടുത്തിട്ടുണ്ടോ? തിരിച്ചടയ്ക്കാൻ പോണ്ട. ഉമ്മാരി പക്കാ ക്രിമിനലാണ്. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുകയെന്ന്. നിങ്ങളുടെ ഫോട്ടോകൾ ഒരുപക്ഷെ മോർഫ് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അയച്ചു കൊടുക്കും, അത്രയല്ലേ ഉള്ളൂ. ഇതാ റിപ്പോർട്ടർ ടിവിയിലൂടെ പറയുന്നു. അങ്ങനെ ഏതെങ്കിലും ആളുകളുടെ ഫോട്ടോ മോർഫ് ചെയ്ത് നഗ്നചിത്രങ്ങൾ, അവരുടെ വീട്ടിലെ സഹോദരിമാരുടെയോ അവരുടെയോ ഒക്കെ ചിത്രങ്ങൾ അവരുടെ ഗാലറിയിലൊക്കെ പോയിട്ട് അത് പരിശോധിക്കാനുള്ള പെർമിഷൻ കൊടുത്താലേ ഈ ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എന്തെങ്കിലും തരത്തിൽ മോർഫ് ചെയ്ത ചിത്രങ്ങൾ കിട്ടിയാൽ നിങ്ങൾ അവരെ സംശയിക്കാൻ നിൽക്കണ്ട. ഇത് ലോൺ ആപ്പ് സംഘത്തിന്റെ കുരുട്ടുബുദ്ധിയാണ് ഇതിന് പിന്നിലുള്ളത്. അവന്മാരെ വെറുതെ വിടാൻ പാടില്ല. അവർക്കെതിരെ നമ്മൾ ഒരു തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുന്നു. ഇനി നമ്മുടെ നാട്ടിൽ കൊലയ്ക്ക് കൊടുക്കാൻ കുഞ്ഞുങ്ങളില്ല.